ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു എക്സ്പോ കാണാൻ പോയാലോ? വെറും എക്സ്പോ അല്ല കേട്ടോ, ഒരു മറൈൻ എക്സ്പോ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് മറൈൻ എക്സ്പോയ്ക്ക് പോകുന്നത്. ഇത് പെരിന്തൽമണ്ണ ടൗൺ ആണ് കേട്ടോ. നമുക്കിവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു ഏകദേശം ഈവനിങ് 4 o'clock കേട്ടോ ഓപ്പണിങ്. സൺഡേയ്സും ഹോളിഡേയ്സും അല്ലാത്ത ദിവസങ്ങളിൽ ഈവനിങ് 4 o'clock ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമുക്ക് ഗൂഗിൾ പേയും ചെയ്യാം, അല്ലെങ്കിൽ പൈസയും കൊടുക്കാം. ഒരാൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 120 റുപ്പീസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ഇതിങ്ങനെ കയറി വേറൊരു ലോകത്തേക്ക് എത്തുന്ന പോലെയാണ് കേട്ടോ. കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ കയറി ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ ആ സ്റ്റെപ്സ് കയറി ഇറങ്ങുമ്പോൾ തന്നെ വേറൊരു ലോകത്തെത്തിയ പോലെ കേട്ടോ. ഇതുപോലത്തെ ഒരു നാരോ ആയിട്ടുള്ള നമ്മളൊരു ഗുഹയിലേക്ക് കയറിപ്പോകുന്ന പോലെ നമ്മൾ ഉള്ളിലോട്ട് നടക്കണം. എന്നിട്ട് വേണം നമുക്ക് ഫിഷും അങ്ങനത്തെ മറൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ. വന്നപ്പോൾ തന്നെ ഇത് നിറയെ ആൾക്കാരായിട്ടോ കണ്ടത്. ഒരു ബ്ലൂയിഷ് കളറാണ് ചുറ്റും. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് എല്ലാം കാണാൻ. പക്ഷേ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തത് ലൈറ്റിംഗ് അത്ര കറക്റ്റ് അല്ല. നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ ആ ഫിഷിൻ്റെ ഒന്നും അത്ര ഭംഗി നമുക്ക് എടുത്ത് കാണിക്കുന്നില്ല. മാത്രമല്ല ചെറിയ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചെറുതായി വെള്ളം മേലെ നൂറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയായി ഇതെങ്ങനെ തലയിൽ കൂടെ പൊട്ടി വീഴുമെന്ന് കേട്ടോ. എന്നാലും അതിലുള്ള ഫിഷുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നേരിട്ട് കണ്ട് അനുഭവിക്കാനാണ് കേട്ടോ കുറച്ചും കൂടി കൂടുതൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ഓരോ ടൈപ്പ് ഫിഷുകളെ അടുത്ത് നിന്ന് നോക്കാനും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ്. പല ടൈപ്പ് മീനുകളായിട്ടോ ഞാൻ കണ്ടത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് മീനുകളൊക്കെ കണ്ടു. ഞാൻ ഒത്തിരി ഫിഷസിൻ്റെ ഒക്കെ വീഡിയോ കാണുന്നതാണ്. ഫിഷിംഗ് ഫ്രീക്സിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് കാണാറുണ്ട്. അപ്പം ഈ ചിലരൊക്കെ കണ്ടിട്ടില്ലേ നിറയെ ഗപ്പി, അരാപ്പായ്മേനൊക്കെ വളർത്തുന്നത്. അപ്പം അങ്ങനത്തെ ഫിഷസിനെ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റെയിൻബോ ഫിഷസ് ഇല്ലേ, പല ടൈപ്പ് കളറുള്ള കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇപ്പോൾ എല്ലാവരും വളർത്തുന്നത്. അതിനെ കാണാനാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ ഫിഷുകളെയും കാണാൻ ഭംഗിയുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഈ കാണുന്നതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ആ ലൈറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ക്യാമറയിൽ അത്ര രസമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് വന്നപ്പോൾ തോന്നിയത് കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഇത് കാണാൻ. വലിയവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നവരെല്ലാവരും കുഞ്ഞു പിള്ളേരായിട്ട് വന്നവരാട്ടോ. ഇത് നോക്കിയേ, ഇതൊരു വെറൈറ്റി ഫിഷായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ അതിൻ്റെ വാ കൊണ്ട് ആ ഗ്ലാസ്സിൽ ഒട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫിഷിനെ കാണുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്നാണ്. പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ഹാർട്ട് ബീറ്റ് അതിങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോഴെനിക്ക് മനസ്സിലായി അതിന് ജീവനുണ്ടെന്ന്. ഇതേപോലെ സ്റ്റക്കായിട്ട് ഫ്രീസായിട്ട് നിൽക്കുന്ന കുറേ മീനുകൾ ഞാൻ കണ്ടു കേട്ടോ. അതെനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. എവിടെയെങ്കിലും നിർത്തി അവിടെ അങ്ങനെ നിന്നോളും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിഷ്. ആക്ച്വലി ഇതിൻ്റെ ഒന്നിൻ്റെയും പേരെനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും. ഞാൻ ജസ്റ്റ് എൻ്റർടൈൻഡ് ആവാനായിട്ട് പോയതാണ്, റിലാക്സ്ഡ് ആവാനായിട്ട് പോയതാണ്. കുറച്ച് നല്ല രസമായിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോരാമെന്ന് വിചാരിച്ച് പോന്നതാട്ടോ. എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മൈൻഡേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്പം എന്തായാലും കുറച്ചൊക്കെ എടുത്തു തുടങ്ങിയല്ലോ, നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കാണാൻ ആഗ്രഹിച്ച തരം ഒരു ടൈപ്പ് ഫിഷ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഫിഷിൻ്റെ വീഡിയോസിലൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. അരാപ്പൈമ അങ്ങനത്തെ കുറേ ടൈപ്പ് ഫിഷുകളില്ലേ, അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഭീമനായിട്ടുള്ള ഫിഷിനെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ ഇവർ ആക്ച്വലി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയാണ് സ്വിം ചെയ്യുന്നത്. ഒരനങ്ങാതെ അതിൻ്റെ ചെറിയ ആ ഇതില്ല, അത് മാത്രമാണെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക മുങ്ങിക്കപ്പലില്ലേ, സബ്മറൈൻ, അതേപോലെ ഇങ്ങനെ ഒരിളക്കം തട്ടാതെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കേട്ടോ. അത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇതുപോലത്തെ ചെറിയ ഫിഷുകളും ഉണ്ട് കേട്ടോ. ചിലത് ഒന്നും നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നില്ല. ഈ ചില ടാങ്കുകളൊക്കെ ഓൾമോസ്റ്റ് കാലിയായിരുന്നു, രസമൊന്നും ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പെർട്ടിക്കുലർ ഫിഷിനെ കണ്ടു വന്നതാട്ടോ. അപ്പോൾ പക്ഷേ അതിൻ്റെ കറക്റ്റ് വീഡിയോസൊന്നും കിട്ടിയില്ല. നല്ല ഭംഗിയുള്ള കളറുള്ള ഫിഷുകളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഇത് സീബ്ര പോലത്തെ കണ്ടോ, സീബ്ര ലൈനും അതിന് ഒരു ഹൈലൈറ്റ് പോലെ കിളിപ്പച്ച കളറ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആക്ച്വലി കണ്ണിന് കാണാനായിട്ട്. നമുക്കൊരു ഫ്ലൂറസെൻ്റ് ഫീൽ തരും. നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയ ഫിഷുകളൊക്കെ വെറൈറ്റി ഫിഷുകളാട്ടോ, നമ്മൾ കാണാത്ത ടൈപ്പ് ഫിഷുകളാണ്. ഇത് കണ്ടു, കുറച്ച് മുമ്പ് കണ്ടു തിരണ്ടിയുടെ പോലത്തെ ഈ ടാങ്കിനകത്ത് കുറേ തിരണ്ടി ടൈപ്പ് ഫിഷുകളുണ്ട് കേട്ടോ. ഒട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊരു
യക്ക് ഫീൽ തന്ന ഒരു ടൈപ്പ് സാധനം കേട്ടോ. ഇതെനിക്ക് എന്താ ശംഖിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന, ശംഖിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ജീവിയാണോന്ന് എനിക്കറിയില്ല, അതോ ഇതൊരു ടൈപ്പ് ഫിഷാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതാണോ എന്നറിയില്ല. അതെനിക്കൊരു യക്ക് ഫീൽ തോന്നി കേട്ടോ. സ്നേക്കിനൊക്കെ പോലുള്ള ഒരു ടൈപ്പ് ഫിഷ്. ഇനി നമ്മൾ പോകുന്നത് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാട്ടോ. ഇത് നമ്മൾ ഒരു എന്താ പറയുക, തുരങ്കത്തിനകത്ത് കൂടെ പോകുന്ന പോലെ നമുക്ക് ചുറ്റും ഫിഷ് ടാങ്കിൽ നിറയെ മീനുകളായിട്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഈ മറൈൻ എക്സ്പോൻ്റെ ഒരു അട്രാക്ഷൻ തന്നെ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇത് കുറച്ച് നല്ലതായിരുന്നു കാണാനായിട്ട്. മറ്റേ ഫസ്റ്റ് കയറി വരുമ്പോൾ ചില ടാങ്കുകളൊന്നും അത്ര രസമില്ല മീനുകളൊന്നും കാണാനായിട്ട്. ഇവിടെ രസമുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് നല്ല എക്സൈറ്റഡ് ആയിട്ട് ചുറ്റോറും നോക്കി, നമ്മൾക്ക് ചുറ്റും രണ്ട് സൈഡിലും ഫിഷ് വരുന്ന പോലെ കേട്ടോ. പല ടൈപ്പ് ഫിഷുകളുണ്ട്, അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഇവിടെ പല വെറൈറ്റി ഓഫ് ഫിഷസിനെ എനിക്ക് കാണാൻ പറ്റി കേട്ടോ. നമ്മളൊരിക്കലും കാണാത്ത ടൈപ്പ് ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ചിലതിനൊക്കെ അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു തിളക്കമുണ്ട്, അങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ച പോലെയാണ് ബോഡി. ചില കളേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ ആ ലൈറ്റിൻ്റെ എഫക്റ്റിലാണെങ്കിലും വെള്ളത്തിൽ തന്നെ ആണെങ്കിലും അത് നന്നായിട്ട് മിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഫിഷിൻ്റെ കൂട്ടത്തിനെ കാണാൻ നല്ല രസമില്ലേ? ഇത് എനിക്കിഷ്ടമായിരുന്നു. അത് ഞാൻ കുറച്ച് നേരം ആ ഒരു ഭാഗം ഞാൻ നോക്കി നിന്നിരുന്നു. ഇതെല്ലാം ഒരേ ടൈപ്പ് ഫിഷസാണ്. പിന്നെ ഇത് കളർഫുള്ളായിട്ടുള്ളത് കേട്ടോ, ഗോൾഡ് ഫിഷും അങ്ങനത്തെ നമ്മൾ അമ്പലക്കുളങ്ങളിലൊക്കെ കാണുമല്ലേ പല ടൈപ്പ് കളറുള്ള ഫിഷുകൾ. ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ ഫിഷുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് നല്ല അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതിനൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആക്ച്വലി ഞാൻ കുറേ സ്ഥലത്ത് സ്റ്റക്കായി നിന്ന് കുറേ ടൈം എടുത്ത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല. ഇങ്ങനെ പോകുന്ന വഴി എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ദൈവന്മാരെ കണ്ടോ, സീബ്ര പോലെയല്ലേ? അപ്പോൾ ഞാൻ പറയായിരുന്നു വെള്ളത്തിലെ സീബ്രകളാണ് ഇവരെന്ന്. ശരിക്കും സീബ്ര ലൈൻ പോലെ തന്നെ കേട്ടോ, കറുപ്പും വെള്ളയും ഇടകലർന്ന വരയായിട്ട്. നമ്മുടെ കരയിൽ കാണുന്ന സീബ്ര പോലെ കടലിലും ഇതേപോലത്തെ ഇവർ ഫാമിലി എന്ന് പറയാമല്ലോ, അങ്ങനെ ഞാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിൻ്റെ മേലെ ആ ചുവപ്പ് വട്ടങ്ങൾ കണ്ടോ, അത് ശരിക്കും ഫ്ലൂറസെൻ്റ് ലൈറ്റ്സ് പോലെ ഇങ്ങനെ തിളങ്ങുകയാണ്. എനിക്കത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി കേട്ടോ. ഇവർ രണ്ടുപേരും കണ്ടോ അടി കൂടിക്കൊണ്ടിരിക്കുക. ആ സീബ്ര വരേനും ഈ വൈറ്റ് കളർ ഫിഷില്ല, അവൻ ഭയങ്കരനാണ് കേട്ടോ. അവൻ ഇവെല്ലാവരായിട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇവനെ പേടിച്ച് ഓടിപ്പോവാണ്. അവൻ്റെ അതേ കളറും ടൈപ്പുള്ള ഫിഷിൻ്റെ കൂടെ അവൻ തല്ലുകൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ടണലും ഫസ്റ്റത്തെ കുറേ ടാങ്കുകളും കണ്ട് പിന്നെ നമ്മളിങ്ങനെ ടേൺ ചെയ്ത് തിരിഞ്ഞ് വരുന്നത് ഇവിടെയും കുറച്ച് ഫിഷ് ടാങ്ക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള ഫിഷുകളുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഗോൾഡ് ഫിഷിനെ പോലത്തെ ചെറിയ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഗോൾഡ് യെല്ലോ കളറുള്ള ഫിഷുകൾ. ഇത് കുറച്ച് വേറെ ടൈപ്പ് ഫിഷ് കേട്ടോ, ചെറിയ ഫിഷ്. ഇതിന് അത്ര അട്രാക്ഷൻ ഇല്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫിഷിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും. ഞാൻ അന്വേഷിച്ച് വന്ന എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫിഷിൻ്റെ ടാങ്ക് അതാണ്. അതിന് മുന്നിൽ കണ്ടോ നിറയെ ആൾക്കാരുണ്ട്. നമ്മൾ എന്താ പറയുക, വെള്ളത്തിൽ ഒരുപാട് മഷി വെതറിയ പോലെ ഇല്ലേ ആ ഫിഷിനെ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പച്ച, ഓറഞ്ച്, വയലറ്റ്, എന്താ പറയുക, നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കളറടിച്ച് വിൽക്കില്ലേ അതേപോലെ മീനുകളെ. ഇത് കളറടിച്ചതല്ല, അവരുടെ നാച്ചുറൽ കളറാണ്. ചില കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ, ഗ്രീന്, ഓറഞ്ച്, റോസ്, റെഡ്, പിങ്ക്, ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിലതൊക്കെ കളർ മിക്സ്ഡ് ആയിട്ടും ഉണ്ടായിരുന്നു. വൈറ്റിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ലാവൻഡർ, ലൈലാക്ക് പോലത്തെ കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിഷ് ടാങ്ക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ടാങ്ക് കേട്ടോ ഇത് കുറച്ചും കൂടി ഈ വീഡിയോ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കടലിനടിയിൽ പോയി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കുറേ ഷാർക്കുകളുടെ നടുവിൽ നിൽക്കുന്ന ആ റെയിൻബോ ഫിഷിൻ്റെയും ഈ ഫിഷ് ടാങ്കാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. കാണാൻ നല്ല ഭംഗിയുള്ള മാതിരി തോന്നിയത് എനിക്ക് ഈ രണ്ട് ഫിഷ് ടാങ്കുകളാട്ടോ. വേറെ എല്ലാം രസമുണ്ട്, പക്ഷെ എനിക്ക് അത്ര എക്സൈറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മളങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ ചില ടാങ്കുകളൊക്കെ കണ്ടു അതേപോലെ ഓൾമോസ്റ്റ് വേക്കൻ്റ് ആണ്. അവർ റീഫിൽ ചെയ്യാൻ പോവാന്ന് തോന്നുന്നു, അറിയില്ല. നമ്മളവിടെ നടന്നു വരുമ്പോൾ കണ്ട അതേ ടൈപ്പ് ഫിഷുകൾ തന്നെ കേട്ടോ. നമ്മൾ ആ ടണൽ കൂടെ വരുമ്പോൾ കണ്ട അതേ ടൈപ്പ് ഫിഷുകളാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫിഷ് കേട്ടോ. എനിക്ക് ഒരു നമ്മൾ നോർമൽ കാണുന്ന ഫിഷിനെ പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ഉള്ള പോലെ. ഈ ടാങ്ക് കണ്ടോ, അത് ഓൾമോസ്റ്റ് വേക്കൻ്റ് ആണ്. ഇതേപോലെ ഒരു 3-4 ടാങ്കുകൾ ഓൾമോസ്റ്റ് വേക്കൻ്റ് ആയിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. കളർഫുള്ളായിട്ട് നമ്മളെല്ലാം ഫില്ല് ചെയ്ത് നിർത്തുമ്പോഴല്ലേ എല്ലാം കാണാൻ രസം. ചില ഭാഗത്ത് ഓൾമോസ്റ്റ് വേക്കൻ്റ് ആയിരിക്കുമ്പോൾ അത് രസമില്ലല്ലോ. പിന്നെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഇത് എല്ലാവരും ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ മനസ്സിലായത് ഇവിടെ ഒരു മത്സ്യകന്യക ഉണ്ടെന്ന്. മത്സ്യകന്യകയുടെ ഒരു ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വെള്ളത്തിന് താഴെ കൂടെ വന്ന് ഒന്ന് സ്വിം ചെയ്യും, എല്ലാവർക്കും ഹായ് തരും. നമ്മൾ ക്യാമറയൊക്കെ പിടിച്ച് നമുക്കൊക്കെ ക്യാമറയിലൊക്കെ പോസ് ചെയ്തൊക്കെ തരും. ഒരു 2-3 എന്താ പറയുക, ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 10-15 സെക്കൻഡേ അവരത് ചെയ്യുള്ളൂ. എന്നിട്ട് മേലെ പോയി വീണ്ടും ശ്വാസം എടുത്ത് തിരിച്ചു വരും. അങ്ങനെ കാലിങ്ങനെ കെട്ടിയിട്ട് അത് സ്വിം ചെയ്യാൻ തന്നെ നല്ല ട്രെയിൻ ചെയ്യണ്ടേ അല്ലേ, ഞാൻ അങ്ങനെ ചിന്തിച്ചു. അവർ കണ്ടോ ടാറ്റ തരുന്നത്, എല്ലാ സൈഡിലും അവർ കവർ ചെയ്യും കേട്ടോ. നമ്മൾ ആ ഫിഷ് ടാങ്കിൻ്റെ എവിടെ നിന്നാലും അവിടെ എല്ലാം വന്ന് നമ്മളെയൊക്കെ കവർ ചെയ്തിട്ട് പോകും. ഇപ്പോൾ അവർ എയർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് പോയതാണ്. ഇതേപോലെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം മുകളിൽ പോയി നിൽക്കും. പിന്നെ താഴെ വന്ന് ഇങ്ങനെ ഓരോ സൈഡിലുള്ള ആളുകൾക്കും ഒരു ഷോ പോലെ കാണിച്ചിട്ട് അവരങ്ങനെ ഇതാക്കും. ചില കുട്ടികൾക്ക് ഇത് ഒറിജിനൽ മെർമെയ്ഡാണെന്നായിട്ട് വിചാരിച്ചിരിക്കുന്നത്. ചില കുട്ടികളൊക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആകുന്നത് കണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കൗതുകമായിട്ട് തോന്നി. മെർമെയ്ഡിനെ കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എക്സ്പോ ഓൾമോസ്റ്റ് ഫിനിഷായി, രസമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഈ എക്സ്പോക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് മറൈൻ ഫിഷുകളെ കൂടാതെ എക്സ്റ്റെൻഡ് ആയിട്ട് കുറച്ചും കൂടി കൊമേഴ്ഷ്യലായിട്ട് ബുക്സും ഫുഡൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഏരിയ എത്തി, കുറേ ബുക്സൊക്കെ ഉണ്ട്. ഞാൻ എവിടെ പോയാലും പണ്ട് ഒരുപാട് വായിക്കുമായിരുന്നു. അധികം വായിക്കില്ലെങ്കിലും എനിക്ക് ബുക്സ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറേ ബുക്സ് ഇവിടെ കാണാനുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതും ഞാൻ കേട്ടതും എനിക്ക് വായിക്കണമെന്ന് ആഗ്രഹമുള്ളതായിട്ടുള്ള 1-2 ബുക്സൊക്കെ ഞാൻ നോക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഭാഗം എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾ ബുക്ക് ലവർ ആണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ബുക്സൊക്കെ കളക്ട് ചെയ്യാം. മാത്രമല്ല ഓഫേഴ്സും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ മോളിലൊക്കെ പോയി വാങ്ങിക്കുന്നതിനേക്കാട്ടിലും പൈസ കുറവിലാണ് ഇവിടെ തരുന്നത്. എന്തൊക്കെയോ കുറേ ഓഫറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയാണ് ഇവിടെ ഏതെടുത്താലും 20 രൂപ എന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മൾ കഴിച്ചിരുന്ന 90s കിഡ്സിനൊക്കെയുള്ള നൊസ്റ്റാൾജിക് മെമ്മറീസുള്ള കുറേ മിഠായിസുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ കുറേ സ്വീറ്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, പല ടൈപ്പ് അലുവകളുണ്ട്. ചക്ക അലുവ ഉണ്ടായിരുന്നു, പാലിൻ്റെ അലുവ ഉണ്ടായിരുന്നു, പിന്നെന്താ പറയുക കറുത്ത അലുവ, പിന്നെ നോർമൽ പല കളറിലുള്ള അലുവകളുണ്ടല്ലോ. അതുകൂടാതെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് ചക്ക അലുവയും പിന്നെ അവിടെ ഒരു പാൽഗോവ മാതിരിയുള്ള ഒരു അലുവയില്ല. ആ രണ്ടും കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റും നല്ലതുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മളൊക്കെ എല്ലാം ഒരു ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും കുറച്ച് കറുത്ത അലുവയും പിന്നെ കറുത്ത അലുവ എനിക്കിഷ്ടമാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടം കറുത്ത അലുവയാണ്. പിന്നെ ഒരു വെറൈറ്റിക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വേറെ ഒരു ടൈപ്പ് അലുവയും നമ്മൾ വാങ്ങിച്ചു. പിന്നെ നോർമൽ എല്ലാ എക്സ്പോയിലും കാണുന്ന പോലെ തന്നെ പലതരം കളിപ്പാട്ടങ്ങളും ലേഡീസ് ഫാൻസി വെയർ ഐറ്റംസ്, പിന്നെ ഈ ബബിൾസിൻ്റെ സംഭവങ്ങൾ, നിറയെ ടോയ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് വെറൈറ്റി അച്ചാറുകളുണ്ടായിരുന്നു കേട്ടോ. പിക്കിൾസിൻ്റെ ഒരു ഏരിയ. അവിടെ കുറേ വെറൈറ്റി പിക്കിൾസിൻ്റെ പേര് പറഞ്ഞ് എനിക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല. അത്രയും വെറൈറ്റി എല്ലാം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പപ്പായ അച്ചാറുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക
ഹണി ചില്ലി ഹണി എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, നല്ല എരിവുണ്ടായിരുന്നു. ഞാൻ ഒരുപാടെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റി ടേസ്റ്റും നല്ലതുമായിട്ട് തോന്നി കേട്ടോ. ചില്ലി ഹണി, പിന്നെ ഡേറ്റ്സിൻ്റെ ഒരു ടൈപ്പ് അച്ചാർ. നോർമൽ നമ്മൾ കഴിക്കുന്ന ഡേറ്റ്സിൻ്റെ അച്ചാറല്ല കേട്ടോ, ഡേറ്റ്സിൻ്റെ കൂടെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് അച്ചാർ. ഇത് മാങ്ങാ മുളക് അച്ചാറാണ് കേട്ടോ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പപ്പായ, ഈന്തപ്പഴം, അങ്ങനെ നമ്മൾ കേൾക്കാത്ത പല ടൈപ്പ് അച്ചാറുകളുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി മെമ്മറിയിൽ ഓർത്ത് വെച്ചതാട്ടോ നിങ്ങൾക്ക് വേണ്ടി ഈ കേൾക്കാത്ത പേരുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് മുളക് അച്ചാറും മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. അച്ചാർ അങ്ങനെ അത്രയും കഴിക്കാൻ പാടാത്തതുകൊണ്ട്, പിന്നെ എനിക്ക് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ അച്ചാർ വാങ്ങിച്ചത്. അപ്പോൾ ഈ അച്ചാറിൻ്റെ ഏരിയ ഭയങ്കര ഇതായിരുന്നു. കുറേ പേര് ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു നല്ലൊരു പോർഷനായത്, എനിക്കിഷ്ടപ്പെട്ട ഒരു പോർഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അച്ചാറും വാങ്ങി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഏരിയ മൊത്തം ഫുള്ള് നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന പല ടൈപ്പ് പൊട്ടുകൾ ഞാനിവിടെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഒന്നും ആരും യൂസ് ചെയ്യാത്ത പണ്ട് വളരെ ട്രെൻഡിങ് ആയിരുന്നിട്ടുള്ള പൊട്ടുകളില്ലേ, അങ്ങനത്തെ കുറേ പൊട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ പോയി നോക്കുക കേട്ടോ. പണ്ടത്തെ നൊസ്റ്റാൾജിക് മെമ്മറീസ്, പണ്ട് നമ്മുടെ അമ്മായിമാരും അമ്മമാരൊക്കെ വെച്ചിരുന്ന ടൈപ്പ് കുറേ പൊട്ടുകളൊക്കെ ഞാൻ അവിടെ കണ്ടു. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളും സെക്ഷനും നോക്കി പോവുകയാണ്. ഇവിടെ ഞാനൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കണ്ടിരുന്നു കേട്ടോ. അത് തോക്കിൻ്റെ ഷേപ്പുള്ള പേന കണ്ടോ. ശരിക്കും ഒരു തോക്ക് പോലെ തന്നെ ഉണ്ട്, പക്ഷെ അതൊരു പേനയാണ് കേട്ടോ. അതെനിക്ക് കുറച്ച് നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കണ്ടോ അതെല്ലാം നോക്കി ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇവിടെ കുറേ കിച്ചൺ യൂട്ടൻസിൽസാണ്, നമ്മൾ ഇടിക്കുന്ന സാധനങ്ങൾ, ചട്ടി, തവ, കയ്യിൽ, കത്തി. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോവാം. കുറേ ഓഫേഴ്സും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കാണാം, നമുക്ക് വല്ല സാധനങ്ങളും പറ്റിയതുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കുക കേട്ടോ. എല്ലാം ഞാനിങ്ങനെ അരിച്ച് പെറുക്കുന്നുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എനിക്കൊന്നും ഇവിടെ നിന്നൊന്നും അങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വേറെ എന്തൊക്കെയോ കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഫുഡിൻ്റെ പോപ്കോണൊക്കെ വിൽക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ചു കേട്ടോ. ഇവിടുന്ന് നമ്മൾക്ക് പനഞ്ചക്കര, പനം കൽക്കണ്ടം, അങ്ങനെ മെഡിസിനൽ വാല്യൂ ഉള്ള കുറേ സാധനങ്ങളാട്ടോ. ഇവർ പനഞ്ചക്കരയുടെ കൂടെ കുറേ മെഡിസിൻസൊക്കെ ചേർത്ത് ഇഞ്ചി, ചുക്ക്, ജീരകം, തിപ്പലി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെർബൽ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാക്കി വിൽക്കുകയാണ് പനഞ്ചക്കര. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് പനഞ്ചക്കരയും കുറച്ച് പനം കൽക്കണ്ടും ടേസ്റ്റിയും വാങ്ങിച്ചു. പിന്നെ ഇവിടെ കുറേ ഗ്ലാസ്സുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ്, സോസർ, ഗ്ലാസ്സസ്. അതിനൊക്കെ നല്ല റീസണബിൾ പ്രൈസായിട്ട് 4 എണ്ണം 100 രൂപ, 5 എണ്ണം 100 രൂപ, അങ്ങനെ പല സെക്ഷൻസായിട്ട് ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കപ്പുകളുണ്ട്, സോസേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ടൈപ്പ് മെഷീൻസ് ഇല്ലേ, ഇതിൽ പല ടൈപ്പിൽ നമുക്ക് അവരിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരും. എന്തെല്ലാം വെജിറ്റബിൾസ് എന്തെല്ലാം ടൈപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ വെജിറ്റബിൾ കട്ടറിൻ്റെ ഒരു സെക്ഷൻ. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണാറില്ല ആദിവാസി ഹെയർ ഓയിൽ. എപ്പോഴും ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറേ ആഡിൻ്റെ വീഡിയോസിൽ ഇവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബൈക്കിൻ്റെ കുറച്ച് സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ ഇതേമാതിരത്തെ എഗെയിൻ കുറച്ച് മെഡിസിനൽ അല്ലെങ്കിൽ ഈ ആയുർവേദിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സംഭവം. അങ്ങനെ നമ്മുടെ എക്സ്പോൻ്റെ ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തി കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ച പിന്നെയും എക്സ്പോ അവസാനിച്ച് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഗെയിമിംഗ് സെക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതും കുറച്ച് മറ്റേ ചുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മെഡിസിനൽ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ടൈപ്പ് കടയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഫുഡ് കോർട്ട് പോലെ ഫുഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ആ കറങ്ങുന്ന ഇത് കണ്ടപ്പോഴാണ്, ജയൻറ്റ് വീൽ കണ്ടപ്പോഴാണ് ഓക്കെ അങ്ങനത്തെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അത് അവസാനിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നതും ലെഫ്റ്റ് സൈഡിൽ നിറയെ ചെടികൾ വിൽക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാന്റ് ലവേഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ പർച്ചേസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അത്ര കോസ്റ്റ്ലി അല്ല, എല്ലാം റീസണബിൾ പ്രൈസിലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുകയാണ്. ജയൻറ്റ് വീൽ, അങ്ങനെ കുറേ റൈഡുകളുണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. പിന്നെ അതേപോലെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റോളുകളുണ്ട്. കുലുക്കി സർബത്തിൻ്റെ കടയുണ്ട്.
അങ്ങനെ ചെറിയ അല്ലറ ചില്ലറ ഐറ്റംസ്. ഡിസംബർ 8 വരെയാണ് കേട്ടോ ഈ എക്സ്പോ ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ എക്സ്പോ കാണാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും ഇതുപോലെ എൻ്റെ ചെറിയ കൊച്ചു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.